ഹലോ, ഇനി നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങാച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മാങ്ങയുടെ കൂട്ട് നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ താഴത്തായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. ഇത് നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.